അങ്ങനെ അമ്പലത്തിലേക്കുള്ള പൂജാ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പൂ മേടിക്കാൻ വേണ്ടി പോവാ കേട്ടോ. ഇവിടെയാണെങ്കിൽ പൂവിന് ഭയങ്കര റേറ്റാണ്. അങ്ങനെ പൂവൊക്കെ മേടിച്ചപ്പോൾ പൂക്കട ചേച്ചി എനിക്കൊരു റോസാപ്പൂവൊക്കെ തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നാടെത്താനായ വേറെ എങ്ങോട്ടല്ല അച്ചച്ചൻ്റെ തറവാട് ക്ഷേത്രത്തിലേക്കാട്ടോ പോണത്. അങ്ങനെ നേരെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ കാലൊക്കെ കഴുകി നേരെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഞങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് അച്ഛനും അമ്മയും എല്ലാ കൊല്ലം ഒരു ദിവസം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ഞാൻ 30 വർഷമായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അമ്പലത്തിലെത്തി വഴിപാടൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ ഇറങ്ങി. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 അമ്പലത്തിലേക്ക് കയറണം കേട്ടോ. അങ്ങനെ അടുത്ത അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ആടുകളൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അമ്പലത്തിലെത്തി. അവിടെയാണെങ്കിൽ പൂജാരി ഉണ്ടായിരുന്നില്ല, ടൈം കഴിഞ്ഞുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പൂജാരി ഇല്ലെങ്കിൽ അവിടെയുള്ള ആരെങ്കിലും നമുക്ക് പൂജയൊക്കെ ചെയ്തു തരും കേട്ടോ. കർണാടകയിൽ അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ 3ാമത്തെ അമ്പലത്തിലേക്കും കൂടി പോയി. അവിടെ ആളുണ്ടായിരുന്നില്ലേ. അങ്ങനെ അവിടെ നിന്നും പൂജയൊക്കെ ചെയ്തു. പിന്നെ ഇവിടുത്തെ നാട് നല്ല ഭംഗിയായിട്ട് കാണാൻ, അടുത്തടുത്ത് വീടൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് കാണാൻ. പിന്നെ അവിടെ തന്നെ ഒരു കിണറുണ്ട്, കിണറിൻ്റെ മോഡൽ കണ്ടില്ലേ. അങ്ങനെ ഞാൻ അധികം ഒന്നും എത്തി നോക്കാൻ നിന്നില്ലേ. പിന്നെ അവിടെ മുറ്റത്ത് എന്തൊക്കെയോ ഉണക്കിയിട്ടിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് നേരെ ഇറങ്ങി. തേജുവാണി ക്ഷീണിച്ചു പോയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണേ, അവിടെ ഒന്നും കിട്ടാത്ത പോലെ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചു. പിന്നെ എനിക്ക് വിശന്നും കൊണ്ട് ഒരു സ്ട്രോബെറി ഒക്കെ മേടിച്ചു. പിന്നെ തേജുവിന് ഭയങ്കര വിശപ്പായം കൊണ്ട് വിശപ്പിന് ഞങ്ങൾ പാനിപ്പൂരി കേട്ടോ വാങ്ങിക്കൊടുത്തത്. അവന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. ഇവിടെ വന്നു കഴിഞ്ഞാൽ അത് കഴിക്കുവേ. അങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് നല്ല ഫുഡ് അടിച്ചിട്ട് 3:30 ആയിട്ടോ. നല്ല പച്ചരി ചോറൊക്കെ കഴിച്ച് പിന്നെ ഗുണ്ടിൽപേട്ട് എത്തിയപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചു. അങ്ങനെ ഞങ്ങളെ ക്ഷേത്ര ദർശനം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബായ്.